അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കൈലാസപാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഒരു കമ്പാനിയനും കൂടെ ഉണ്ട്, ഇത് ബിനു. എന്തായാലും ബാക്കി നമുക്ക് അവിടെ ഒക്കെ ചെന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടിക്കാനത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് നമ്മളുടെ കുമളി റോഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഴയ പാമ്പനാറ് പാലത്തിന്റെ അവിടുന്ന് തിരിഞ്ഞു. പഴയ പാമ്പനാറ് പാലത്തിന്റെ അവിടെ നിന്ന് തിരിഞ്ഞ് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ആണ് കാണുന്നത്. പക്ഷെ ദോഷം പറയരുതല്ലോ, പൊളി വഴിയാണ് അങ്ങോട്ടുള്ളത്. ഗൂഗിളം വെച്ച് പറയുന്ന കറക്റ്റ് ആണെങ്കിൽ ഈ വഴി തന്നെയാണ്. വഴി ഇതായിരിക്കും, ആരും ചോദിച്ചൊന്നുമില്ല. പക്ഷെ സൂപ്പർ വഴിയാണ്. സൂപ്പർ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെയർ പിൻ ബെൻഡും തേയിലത്തോട്ടവും ഇതുമാതിരി സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന വഴി പോലെയാണ്. നമ്മൾ കൈലാസഗിരിയിലേക്ക് പോണ വഴിയാണ്. പോണ വഴിയിൽ ഒരു നല്ല കിടുക്കൻ വ്യൂ കണ്ടപ്പോൾ ഇതാണ് നമ്മളുടെ 2 രഥങ്ങൾ. ഇനി ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ സറൗണ്ടിങ്സ്. ഉണ്ടോ, ഹരി അവിടെ പാറയുടെ പക്കത്ത് കയറിയപ്പോണ്ട്, ജോൺ അവിടെ കയറിപ്പുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു പുള്ളിയുടെ പേര് വിളിക്കുന്ന വിനു എന്നാണ്, പേര് ജോൺ ഉമ്മൻ. ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞാണ്, എന്നാലും ഇതാണ് ഒഫീഷ്യൽ ഇൻട്രഡക്ഷൻ, അങ്ങനെ കരുതിയാൽ മതി. പുള്ളിയുടെ ഒരു വാഹനമാണിത്. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, യമഹ RX 135 ആണ്. 99-ലാണ് പുള്ളി നാട്ടിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഇപ്പോഴും നല്ല ചെറുപ്പക്കാരനായിട്ട് തന്നെ ഇരിക്കുന്നു, ഒരു വിഷയമില്ല. 4 സ്പീഡ് ഗിയർ ബോക്സ് ആണുള്ളത്. അത്രമാത്രം വിനു ഇതിനോട് കമ്മിറ്റഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആശം പൊളിയാണ്. ദൂരെ കാണുന്നത് അത് നമ്മൾ കൈലാസഗിരിയുടെ അടിവശമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ കൈലാസഗിരിയുടെ അടിവശമാണ് ശരിക്കും. അപ്പം ഇവിടെ മൊത്തം ഇങ്ങനെ ഫുള്ള് പച്ച വിരിച്ചിട്ട് കിടക്കുകയാണ്. ഫുള്ള് പച്ച വിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ശകലം പോലില്ല. നല്ല അടിപൊളിയായിട്ട് മുഴുവൻ തേയിലയാണ്, മുഴുവൻ തേയില. നമുക്ക് അത്രയും ദൂരത്തിലേക്കാണ് കയറേണ്ടതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഓർക്കും ഇത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഓർക്കും. പക്ഷെ എന്നാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പൊളിയായിട്ട് കയറി. ഹിമാലയനേക്കാൾ അടിപൊളിയായിട്ട് കയറി പോകുന്ന സാധനം. സൂപ്പറായിട്ട് കയറി പോകണം. ഇത് തന്നെയായിരിക്കും വഴി. ഇത് തന്നെയാണ് വഴി. ഇതല്ലായിരിക്കും സ്റ്റേറ്റ് ആയിട്ട്. പിന്നെന്തിനാ ഇങ്ങോട്ട് തിരിച്ചേ? രസമല്ലേ, ഭയങ്കര വ്യൂ. ഇച്ചിരിയും കൂടെ വെയിൽ കുറവായിരുന്നേ ഭയങ്കര രസമായിരുന്നു. എനിക്കൊന്ന് ഇതിലെ ഒന്ന് അപ്പുറം വഴി ചെല്ലാൻ തോന്നും കേട്ടോ, ആ വഴിയോട്ട് ചാടാൻ തോന്നും. നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിരിക്കുന്നു. ഇച്ചിരി ചുറ്റുണ്ടായാലും അതൊരു ഷോർട്ട് കട്ടായിരുന്നു. നമ്മളിപ്പോ കൈലാസഗിരിയുടെ മുകളിലാണ്. കൈലാസഗിരി അല്ലെങ്കിൽ കൈലാസപ്പാറ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സമീപ പ്രദേശങ്ങൾ മുഴുവൻ കാണാം. ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ എടുത്തുകൊണ്ട് പോണ കാറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞങ്ങൾ ജാക്കറ്റ് എല്ലാം കൂടെ കെട്ടിയിട്ടിരിക്കുക. അവിടെ തൂണയിൽ ഞങ്ങൾ ജാക്കറ്റ് എല്ലാം കൂടെ കെട്ടിയിട്ടിട്ടുണ്ട്. നേരെ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആ വ്യൂ ഒന്ന് കാണിച്ചടാ. ഇനി നമുക്ക് ഇതിന്റെ പുറകിൽ ഒരു ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട്. ഇതാണ് ക്ഷേത്രം. ഇവിടുത്തെ മണികൾ കണ്ടോ കെട്ടി തൂക്കിയിരിക്കുന്നത്? അത് ഓട്ടോമാറ്റിക് ആണ്. കാരണം കാറ്റ് വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു
ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന നട്ടുച്ചയ്ക്കാണ്, പക്ഷേ ഒരു ശകലം പോലും ഞങ്ങൾക്ക് ഇവിടെ വെയിൽ അറിയാനായിട്ടോ അങ്ങനൊന്നുമില്ല. നല്ല ടെമ്പറേച്ചറും ഉണ്ട്, പക്ഷേ വെയിലൊട്ടും അറിയാം. അതുപോലത്തെ കാറ്റാണ്. എനിക്ക് തോന്നുന്നു മറ്റേ പാട്ട് ഇത് കാരണം പുള്ളി എഴുതിയെന്ന് തോന്നുന്നു. മറ്റേ ഏതാ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, അതെ ബിജുവാൽ എഴുതിയിരിക്കുന്നത്. അതുപോലത്തെ വ്യൂ ആണ്. നമുക്ക് ഏതായാലും ചുറ്റും നടന്നൊന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ കയറി വന്ന വഴിയാണ്. പോവാം അങ്ങോട്ട്. ഇവിടെ 4500 അടിയാണ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. 4500 ഫീറ്റ്. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സംസാരിക്കാനായിട്ടാണ്. ഇതാണ് നമ്മുടെ അമ്പലം. അമ്പലത്തിൽ ഉമാമഹേശ്വര പ്രതിഷ്ഠയാണുള്ളത്. ഇവിടെ അങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും ഒന്നും പോകുന്നില്ല. ചെറിയൊരു സെറ്റപ്പാണ്. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരി ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് അതിമനോഹരം എന്ന് പറയാനുള്ളത്. ഇവിടുത്തെ കാഴ്ച മാത്രമല്ല, നമ്മൾ കയറി വരുന്ന വഴിയും അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിലെ വഴിയുണ്ട്, എന്നാൽ അതിലെ വഴി വരാം. ഇതിൻ്റെ അകത്ത് വല്ല പാമ്പ് വല്ലതും ഉണ്ടോ എന്നുള്ള ചെറിയൊരു പേടിയുണ്ട്. കാണാൻ വഴിയില്ല, നല്ല വെയിലുള്ളത് കൊണ്ട് എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഒരു വഴി ഇവിടെയുണ്ട്. ഇനിയാണ് നമ്മൾ ആ വ്യൂവിലേക്ക് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നടന്നു ഇതാണ് നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു അപെക്സ് എന്താ പറയുക, വ്യൂ പോയിന്റിൽ നിന്നെത്തി. ഇതാണ് കൈലാസപ്പാറ, കൈലാസഗിരി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പേടിയാവുന്നുണ്ട്. കാരണം നല്ല കാറ്റും പിന്നെ ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര പീക്ക് മാതിരിയാണ്. അത് ഞങ്ങൾ രണ്ടുപേർക്കും നല്ല ഭയമുള്ളതുകൊണ്ട് പരസ്പരം പിടിക്കുകയാണ്. പക്ഷേ ടൗണിൻ്റെ വ്യൂ താഴെ കാണാം. ആ കാണുന്ന ടൗണിൻ്റെ വ്യൂ ആണ്. ഏത് ടൗണാണെന്ന് താഴെ നോക്കാം. പീരുമേടാ തോന്നുന്നു, കാരണം പീരുമേട് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് ജോൺ ഇവിടെ നമുക്ക് ഏതായാലും അല്പസമയം ഇരിക്കാം എന്ന് ഞങ്ങൾ കരുതുന്നു. അത്യാവശ്യം എല്ലാം വീഡിയോയിൽ എന്നാ കാറ്റാ. കൈലാസഗിരി യാത്ര ഇറങ്ങുകയാണ്. കൈലാസഗിരിയിൽ നിന്നും ഇവിടെ നോക്കുമ്പം കൈലാസഗിരി നല്ല രസമുണ്ട്. കാറ്റോട് കാറ്റ്. ഇപ്പം എന്തായാലും ഒരിക്കലെങ്കിലും എല്ലാവർക്കും പറ്റുന്നൊരു സ്ഥലമാണ്. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇത് കാണുക. വളരെ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല തണുപ്പുണ്ട്. പക്ഷേ എപ്പോഴും തണുപ്പുണ്ടാവും തോന്നുന്നു ഇതിൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ. എന്തായാലും ഇത്തവണ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.